നമസ്കാരം, ഞാൻ ഡിലീഷ് തോമസ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴയുള്ള ഇൻഡസ് അരീനയുടെ ഷോറൂമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മുടെ കൂടെയുള്ളത് 2024 ഈ മാസം ലോഞ്ച് ചെയ്ത ഏറ്റവും പുതിയ മാരുതി സുസുക്കിയുടെ ഡിസയറാണ്. ഈ വാഹനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യക്കാരെ ഞെട്ടിച്ചുകൊണ്ടാണ് മാരുതി ഈ വാഹനം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത്രയും പെട്ടെന്ന് മാരുതിയിൽ നിന്നും ഒരു 5 സ്റ്റാർ റേറ്റിംഗോട് കൂടി വളരെയധികം സേഫ്റ്റിയോട് കൂടി ഒരു വാഹനം ആരും പ്രതീക്ഷിച്ചില്ല എന്ന് തന്നെ പറയാം. എല്ലാ കാർ പ്രേമികളെയും ഒരു പക്ഷേ ഞെട്ടിച്ചുകൊണ്ടിനാണ് മാരുതി സുസുക്കി ഈ വാഹനത്തെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്താണ്, നമുക്ക് പുതിയ ഡിസൈറിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നടക്കാം. ഡിസൈറിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നിരവധി കോസ്മെറ്റിക് ചേഞ്ചസ് പഴയ ഡിസൈറെ കമ്പയർ ചെയ്യുമ്പോൾ സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള ബൾബ് ബോഡി ക്യാരക്ടർ ലൈൻസ് കാണാൻ സാധിക്കും. ഇത് ഈ വാഹനത്തിന് നല്ലൊരു ബോൾഡ് ലുക്ക് തന്നെ നൽകുന്നുണ്ട്. കൂടാതെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണുള്ളത്. അതിൽ തന്നെ സുസുക്കിയുടെ ലോഗോ കാണാൻ സാധിക്കും. കൂടാതെ ഇതിൻ്റെ വലിയൊരു ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. ഇതും ഈ വാഹനത്തിന് നല്ല രീതിയിലുള്ള അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് 360 ക്യാമറയുടെ ഒരു ക്യാമറ കാണാൻ സാധിക്കും. നാരോ ഹെഡ് ലാമ്പ്സ് ആണുള്ളത്. ഇതിലൊരു LED DRL കൊടുത്തിട്ടുണ്ട്. ഈ ഹെഡ് ലാമ്പിനുള്ളിൽ തന്നെ 4 ലോ ബീമും 2 ഹൈ ബീമുമാണ് ഉള്ളത്. കൂടാതെ നമുക്ക് താഴെ ഭാഗത്തായിട്ട് ഫോഗ് ലാമ്പ്സും കൊടുത്തിട്ടുണ്ട്. അതും LED ആണ്. നമ്മൾ പുതിയ ഡിസൈറിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ പഴയ ഡിസൈറിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇതിൻ്റെ ഹൈറ്റിലും വെയ്റ്റിലുമാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത്. പുതിയ ഡിസൈറിൻ്റെ ലെങ്ത്ത് വരുന്നത് 3995 mm, വിഡ്ത്ത് വരുന്നത് 1735 mm, ഹൈറ്റ് വരുന്നത് 1525 mm ആണ്. കൂടാതെ ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് 2450 mm ആണുള്ളത്. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഏതാണ്ട് 163 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നത്. പഴയ സ്വിഫ്റ്റ് ഡിസൈറിൽ നിന്നും പുതിയ ഡിസൈറിലേക്ക് വരുമ്പോൾ ഈ വാഹനത്തിന് ഏതാണ്ട് 40-45 കിലോളം വെയിറ്റ് കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ്റെ പേര് മാക് ഫിയേഴ്സൺ സ്റ്റുവർട്ട് സസ്പെൻഷൻ എന്നാണ് ഫ്രണ്ട് സസ്പെൻഷൻ പറയപ്പെടുന്നത്. രണ്ടാമത് വരുന്നത് റിയർ സസ്പെൻഷൻ ടോറിസൺ ബീം എന്ന സസ്പെൻഷനാണ് ബാക്ക് സൈഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡ് വ്യൂവിലോട്ട് വരുമ്പോൾ മിററിൻ്റെ താഴെയായി 360 ക്യാമറയുടെ ഒരു ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പുതിയ ഡിസൈറിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നുമ്പോൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പഴയതിനെ കമ്പയർ ചെയ്യുമ്പോൾ. പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ ഷാർക്ക് ഫിൻ ആൻറ്റിനാണ് കൊടുത്തിരിക്കുന്നത്. പണ്ട് ഇതൊരു ലെങ്ത്തുള്ള ആൻറ്റിന ടൈപ്പ് ആയിരുന്നു. കൂടാതെ നമുക്കിവിടെ ഡിഫോഗർ ലൈൻസും ഗ്ലാസ് കാണാൻ സാധിക്കും. കൂടാതെ ഇവിടെ ഒരു ബ്രേക്ക് ലൈറ്റ്സ് കാണാൻ സാധിക്കും. ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു ബിൽറ്റ് ഇൻ സ്പോയിലേഴ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഇവിടെ ഒരു ക്രോം ഫിനിഷോട് കൂടിയ ഒരു സ്ട്രേറ്റ് ലൈനും ഇവിടെ കാണാൻ സാധിക്കും. ഇതും ബാക്ക് സൈഡിന് ഒരു അട്രാക്ഷൻ നൽകുന്നുണ്ട്. ഡിസൈറിൻ്റെ ലോഗോ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പുതിയ ഡിസൈറിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാന മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഇതിൻ്റെ റിയർ ലാമ്പ്സിനാണ്. 3D ട്രിനിറ്റി റിയർ ലാമ്പ് സിഗ്നേച്ചർ എന്നാണ് സുസുക്കി ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ ബാക്ക് സൈഡിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാന മാറ്റം. കൂടാതെ നമുക്ക് താഴേക്ക് വരുമ്പോൾ ബമ്പറിൽ 2 റിവേഴ്സ് സെൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ ഒരു 360 ക്യാമറ പ്ലസ് റിവേഴ്സ് ക്യാമറയും കാണാൻ സാധിക്കും. പുതിയ ഡിസൈറിലേക്ക് വരുമ്പോൾ നമുക്ക് ബൂട്ട് തുറക്കാൻ 2 രീതിയിൽ സാധിക്കും. ഒന്ന്, നമുക്ക് കീയിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പ്രസ് ചെയ്ത് പിടിച്ചാൽ തുറക്കാൻ സാധിക്കും. കൂടാതെ നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ മാനുവൽ ലിവറിൽ വെച്ചിട്ട് തുറക്കാൻ സാധിക്കും. ഈ കീ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്താൽ നമുക്ക് ബൂട്ട് തുറക്കാൻ സാധിക്കും. ഓക്കെ, ബൂട്ട് സ്പേസ് വരുന്നത് 382 ലിറ്ററാണ് വരുന്നത്. നമുക്ക് കൂടാതെ ഇതിനകത്തൊരു സ്പെയർ വീലും കൊടുത്തിട്ടുണ്ട്. സ്പെയർ വീലും കാണാൻ സാധിക്കും ഈ ഭാഗത്തായിട്ട്. കൂടാതെ ടൂൾസ് എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൂടുതൽ ശല്യമൊന്നുമില്ലാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള ടൂൾസ് ഇവിടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുതിയ ഡിസൈറിൻ്റെ ഇൻറ്റീരിയർ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഫ്രണ്ട് ഡോർ പോർഷനിൽ നമുക്ക് ഇവിടെ 4 വിൻഡോ സ്വിച്ചസ് കാണാൻ സാധിക്കും. കൂടാതെ ഒരു ഇലക്ട്രോണിക് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ചും ഇവിടെ കാണാൻ സാധിക്കും. സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മിറർ ക്ലോസ് ചെയ്യും. അഗൈൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആകും. ഇത് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഫംഗ്ഷനാണ്. കൂടാതെ സൈഡ് പോർഷനിൽ നമുക്ക് ഒരു ബീച്ച് കളറോട് കൂടിയ ഒരു ഭാഗമുണ്ട്. ഇതും അത്യാവശ്യം നല്ല ഭംഗി നൽകുന്നുണ്ട്. ഇവിടെ ഹാൻഡ് റെസ്റ്റ് ഒരു ഫാബ്രിക് മെറ്റീരിയലാണ്. ഇതും നമുക്ക് ഒരു കംഫർട്ടായിട്ട് ഹാൻഡ് റെസ്റ്റ് ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്. കൂടാതെ ഡോർ ഭാഗത്ത് നമുക്ക് ഒരു ട്യൂട്ടർ കാണാൻ സാധിക്കും. ഒരു സ്പീക്കർ സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗം ഇവിടെ കാണാൻ സാധിക്കും. നല്ലൊരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. കൂടാതെ ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. മനോഹരമായ സീറ്റാണ് പുതിയ ഡിസൈറിൽ വന്നിരിക്കുന്നത്. നമുക്കിതിൽ മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പുതിയ സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയറോട് സമാനമായിട്ടുള്ള ഇൻറ്റീരിയറാണ് ഡിസൈറിലും കൊടുത്തിരിക്കുന്നത്.
പ്രധാനമായിട്ടും നമുക്ക് സ്റ്റിയറിംഗ് വീല് ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീല് നിരവധി സ്വിച്ചസ് നമുക്ക് കാണാൻ സാധിക്കും. ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചസ് ആണിത്. ഇവിടെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും എല്ലാം സാധിക്കും. കൂടാതെ ക്രൂയിസ് കൺട്രോൾ എങ്ങനെയാണ് എന്നുള്ളത് ഡിസ്പ്ലേയിൽ കൃത്യമായിട്ട് കാണുന്നതിനുള്ള ഒരു സ്വിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ FM റേഡിയോയുടെ സ്വിച്ചസ് ആണിത്. ഇവിടെ നമുക്ക് ഫോൺ കോൾസ് എടുക്കുന്നതിനും കട്ട് ചെയ്യുന്നതിനുള്ള സ്വിച്ചസ് ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് വോയിസ് കമാൻഡ് കൊടുക്കുന്നതിനുള്ള സ്വിച്ചാണിത്. ഓക്കെ, മനോഹരമായ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് പുതിയ ഡിസൈറിൽ വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫ്യൂവൽ എക്കണോമി, അതുപോലെ എത്ര കിലോമീറ്റർ കൂടി ഓടാൻ സാധിക്കും, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് പുതിയ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ കാണാൻ സാധിക്കും. കൂടാതെ ഇവിടെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് വന്നിരിക്കുന്നത്. ഒരു ഫുൾ ആംഗിൾ ക്യാമറ റിവ്യൂ ഇതിനുള്ള സ്വിച്ചസും കൂടിയുണ്ട്. സ്വിച്ച് നോക്കിയാൽ ക്യാമറയുടെ ഏതാണ്ട് 360 വ്യൂ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എഗെയിൻ ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ. എഗെയിൻ ഒന്നുകൂടി പ്രസ് ചെയ്താൽ ഓഫ് ആവും. പുതിയ ഡിസൈറിൽ 9 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ സിസ്റ്റമാണ് വരുന്നത്. ഇത് ചെറുതായിട്ട് ഡ്രൈവർ സൈഡിലേക്ക് റിക്ലൈൻ ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഡ്രൈവർക്ക് നല്ല രീതിയിലുള്ള ഒരു വ്യൂ കിട്ടുന്നതിനും ഈസി ആയിട്ടൊന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതിനും വേണ്ടി ചെറുതായിട്ട് ഡ്രൈവർ സൈഡിലേക്ക് ചെരിഞ്ഞാണ് ഇതിൻ്റെ ഒരു പൊസിഷൻ വരുന്നത്. കൂടാതെ ഇതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നീ എല്ലാവിധ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. ഡിസ്പ്ലേ യൂണിറ്റിൻ്റെ താഴെയായിട്ട് തന്നെ നമുക്ക് AC-യുടെ സ്വിച്ചസും കാണാൻ സാധിക്കും. ഇതിൽ ഓട്ടോ AC ഓപ്ഷൻസും അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് വരുന്നത് ഇതിലൊരു വയർലെസ് ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളതാണ്. കൂടാതെ ഒരു USB ചാർജിങ്, 2.5 വോൾട്ടിൻ്റെ USB ചാർജിങ്ങും മറ്റുള്ള ചാർജിങ് യൂണിറ്റ്സും കാണാൻ സാധിക്കും. നല്ലൊരു പ്രീമിയം ഫിനിഷ് നൽകുന്ന ഒരു പാനലാണിത്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ഗ്ലൗ ബോക്സും ഉണ്ട്. ഒരുപാട് അത്യാവശ്യം ഡോക്യുമെൻറ്റ്സ് എല്ലാം നമുക്കിവിടെ സ്റ്റോർ ചെയ്യാനും സാധിക്കും. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്നത് ടോപ്പ് എൻഡ് മോഡലാണ്. ടോപ്പ് എൻഡ് മാനുവൽ മോഡലാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. പുതിയ ഡിസൈറിൻ്റെ മറ്റൊരു അട്രാക്ഷനാണ് സൺറൂഫ്. ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് സൺറൂഫ് വരുന്നത്. നമുക്കിവിടെ സൺറൂഫ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ചെറിയൊരു സൺറൂഫാണ്, പക്ഷെ മനോഹരമായിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഇവിടെ നമുക്കൊരു മാപ്പ് ലാമ്പും കാണാൻ സാധിക്കും. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് ഉണ്ട്. ഒരു ആവറേജ് നല്ല രീതിയിൽ പുറകോട്ടാണ് ഈ ഫ്രണ്ട് സീറ്റ് ഇറക്കിയിട്ടിരിക്കുന്നത്. എന്നാലും നമുക്ക് നല്ല രീതിയിൽ ഇരിക്കാൻ സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ബാക്കിൽ AC വെൻറ്റും ഉണ്ട്. കൂടാതെ 12 വോൾട്ടിൻ്റെ ചാർജിങ് യൂണിറ്റും ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മൊബൈൽ വയ്ക്കുന്നതിനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. കൂടാതെ നമുക്ക് ഒരു മനോഹരമായിട്ടുള്ളൊരു ഹാൻഡ് റെസ്റ്റും ബാക്ക് സീറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു പ്രീമിയം ലുക്കാണ് വാഹനത്തിന് നൽകുന്നത്. കൂടാതെ ബാക്ക് സൈഡിൽ നമുക്കൊരു റീഡിംഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 2 പാസഞ്ചേഴ്സിനും റീഡ് ചെയ്യുന്നതിനുള്ള റീഡിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ബാക്കിൽ നമുക്ക് ചൈൽഡ് സീറ്റ് ലോക്ക് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇതും നല്ല രീതിയിലുള്ള യൂസ്ഫുള്ളാണ്. ഈ വാഹനത്തിന് അഡൾട്ട് സേഫ്റ്റി 5ഉം ചൈൽഡ് സേഫ്റ്റി 4ഉമാണ് NCAP ക്രാഷ് ടെസ്റ്റിൽ കിട്ടിയിരിക്കുന്നത്. നിരവധി സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടിയാണ് പുതിയ ഡിസൈർ ലോഞ്ച് ആയിരിക്കുന്നത്. ഗ്ലോബൽ NCAPൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് അഡൾട്ട് സേഫ്റ്റിക്കും 4 സ്റ്റാർ റേറ്റിംഗ് ആണ് ചൈൽഡ് സേഫ്റ്റിയും കിട്ടിയിരിക്കുന്നത്. കൂടാതെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, 6 എയർ ബാഗ്സ്, എഞ്ചിൻ ഇമോബിലൈസേഴ്സ്. എഞ്ചിൻ ഇമോബിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം എന്തെങ്കിലും ആക്സിഡൻറ്റിൽ പെട്ട് കഴിഞ്ഞാൽ എഞ്ചിൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് എഞ്ചിൻ ഇമോബിലൈസർ. കൂടാതെ ഹൈ സ്പീഡ് വാർണിംഗ് അലേർട്ട് ഉണ്ട്. കൂടാതെ ഇലക്ട്രോണിക് സ്റ്റെബിലൈസർ, ESB, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ABS, EBD തുടങ്ങിയ എല്ലാവിധ സേഫ്റ്റി ഫീച്ചേഴ്സും കൂടിയാണ് പുതിയ ഡിസൈർ ലോഞ്ച് ആയിരിക്കുന്നത്. പുതിയ ഡിസൈറിൻ്റെ എഞ്ചിൻ ഭാഗത്തേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും വരുന്നത് മാരുതി സുസുക്കിയുടെ ഏറ്റവും പുതിയ എഞ്ചിനായ Z സീരീസ് എഞ്ചിനാണ് സുസുക്കി സ്വിഫ്റ്റിലും പുതിയ ഡിസൈറിലും ഉപയോഗിച്ചിരിക്കുന്നത്. 1.2 ലിറ്റർ എഞ്ചിനാണിത്. മാക്സിമം പവർ വരുന്നത് 60 കിലോ വാട്ടാണ് വരുന്നത്. 5700 RPM-ലാണ് 60 കിലോ വാട്ട് പവർ കിട്ടുന്നത്. കൂടാതെ മാക്സിമം ടോർക്ക് വരുന്നത് 111.7 mm ടോർക്കാണ് വരുന്നത്. അത് 4300 RPM-ലാണ് വരുന്നത്. കൂടാതെ ഈ വാഹനത്തിന് കമ്പനി ഓഫർ ചെയ്യുന്ന മൈലേജ് എന്ന് പറയുന്നത് 25.71 km/ലിറ്ററാണ് കമ്പനി ഓഫർ ചെയ്യുന്ന മൈലേജ്. പുതിയ ഡിസൈർ വരുന്നത് 2 ഫ്യൂവൽ ടൈപ്പിലാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന് പെട്രോൾ എഞ്ചിനും രണ്ടാമത് പെട്രോൾ പ്ലസ് CNG മോഡലുമാണ് വരുന്നത്. ഇതിൽ CNG മോഡലിലേക്ക് വരുമ്പോൾ 51.3 കിലോ വാട്ടാണ് മാക്സിമം പവർ വരുന്നത്. കൂടാതെ 101.8 mm ടോർക്കുമാണ് വരുന്നത്.
പെട്രോൾ പ്ലസ് CNG മോഡലിന് കമ്പനി ഓഫർ ചെയ്യുന്ന മൈലേജ് ഏതാണ്ട് 33.73 കിലോമീറ്ററാണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ പുതിയ ഡിസൈറിൻ്റെ ഓൺ റോഡ് പ്രൈസ് നമ്മൾ നോക്കാം. ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8 ലക്ഷം രൂപയിൽ നിന്നാണ്. ഏകദേശം 8 ലക്ഷം രൂപയിൽ നിന്നാണ് ഓൺ റോഡ് പ്രൈസ് ബേസ് മോഡലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്ന മോഡൽ ടോപ്പ് എൻഡ് ആണ്, ZXi പ്ലസ് മാനുവലാണ്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഏതാണ്ട് 11.5 ലക്ഷത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയുന്നതിന് ഇവിടുത്തെ ഷോറൂമിലെ സെയിൽസ് എക്സിക്യൂട്ടീവിനെ വിളിക്കാവുന്നതാണ്. അവരുടെ നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ ഡിസൈറിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിലോ അതുപോലെ ടെസ്റ്റ് ഡ്രൈവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ നിങ്ങൾക്ക് മൂവാറ്റുപുഴയുള്ള ഇൻഡസ് അരീനയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.